ജോഗ്രൻസ് ഡിസീസ് സാധാരണ കണ്ടുവരുന്ന ഒരുതരം കണക്റ്റീവ് ടിഷ്യൂ ഡിസീസാണ്. കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് എന്ന് പറഞ്ഞ ഒരുതരം ഗ്രൂപ്പ് ഓഫ് വാദസംബന്ധമായ അസുഖങ്ങളുണ്ട്. അതിൽ ഒരു അസുഖമാണ് ജോഗ്രൻസ് ഡിസീസ്. ഈ ജോഗ്രൻസ് ഡിസീസ് ആർക്കൊക്കെ കാണാറ്? സാധാരണ രീതിയിൽ ചെറുപ്പക്കാർ തൊട്ട് മധ്യവയസ്സുള്ള ആൾക്കാർക്കാണ് കാണാം. സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ കാണാം. സാധാരണ രീതിയിൽ ലക്ഷണങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ പലർക്കും ഭയങ്കരമായ ക്ഷീണം, പണി ചെയ്യുമ്പോൾ ക്ഷീണം, ടയർഡ്നെസ്, ഫെറ്റീഗ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റമാണ്. പിന്നെയുള്ളൊരു സിംറ്റമായിരിക്കും ചിലവർക്ക് ഡ്രൈനെസ് വരും. അത് കണ്ണിൽ ഒരുതരം മണ്ണിട്ട ഫീലിംഗ്, അല്ലെങ്കിൽ കണ്ണിൽ പുകയുന്ന പോലെ. ചിലപ്പോൾ നമ്മളൊരു നേത്രരോഗ വിദഗ്ധൻ്റെ അടുത്ത് പോകുമ്പോഴായിരിക്കും മനസ്സിലാക്കുക കണ്ണ് ഡ്രൈനെസ് ഉണ്ട്. പിന്നെയുള്ളൊരു സിംറ്റം അതേപോലെ തന്നെ ഡ്രൈനെസ് വരുന്നത് കണ്ണിനുള്ളത് പോലെ തന്നെ വായയിലും ഡ്രൈനെസ് വരാം. സോ ഇങ്ങനത്തെ ചില സിംറ്റംസ് വരുമ്പോഴാണ് നമ്മൾ ജോഗ്രൻസ് സിംറ്റം സസ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് അപൂർവമായിട്ട് ചിലവർക്ക് പാരോട്ടിഡ് ഗ്ലാൻഡ്, നമ്മൾ പാരോട്ടിഡ് ഗ്രന്ഥികൾ, നമ്മൾ മംസ് വരുമ്പം ചിലതരം പാരോട്ടിഡ് ഗ്രന്ഥികൾക്ക് വീക്കം വരുമല്ലോ, അതായത് റെക്കറൻ്റ് ആയിട്ട് വരും. വീണ്ടും പാരോട്ടിഡ് ഗ്രന്ഥികളിൽ വീക്കം വരുമ്പോഴും വേദന വരുമ്പോഴും നമ്മൾ ഈ അസുഖത്തിനെ സസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ വളരെ വേഗമായിട്ടുള്ള സിംറ്റം, ചിലവർക്ക് കാലിൽ പുകയുന്ന പോലെ, കാലിൽ തരിപ്പ് പോലെ. ഈ ജോഗ്രൻസ് ഡിസീസിലും പലർക്കും സന്ധികളിൽ വേദന വരും, സന്ധിഭാഗമായിട്ടും വരാം.